മാസപ്പടി വിവാദത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. മുഖ്യമന്ത്രിയുടെ പേരുകൂടി ROC റിപ്പോർട്ടിൽ ഉൾപ്പെട്ടതോടെ വിഷയത്തെ ഗൗരവമായാണ് CPM കാണുന്നത്. പുതിയ വിവരങ്ങളിൽ കൃത്യമായ മറുപടി നൽകാൻ നേതാക്കൾക്ക് ആകുന്നില്ല. എന്നാൽ മുഖ്യമന്ത്രിയെയും BJPയെയും ഒരുപോലെ കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസ്. കരിമണൽ കമ്പനി CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് ROC റിപ്പോർട്ട്. CMRLും KSIDCയുമായി നടന്ന സാമ്പത്തിക ഇടപാടിന്റെ വിവരങ്ങൾ മറച്ചുവെക്കപ്പെട്ടു എന്ന പരാമർശവും റിപ്പോർട്ടിലൂടെ പുറത്തുവന്നു. രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനപ്പുറത്ത് റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരായ വിവരങ്ങളിൽ വസ്തുതകൾ നിരത്തി പ്രതിരോധിക്കാൻ CPMനാകുന്നില്ല. മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കമെന്ന വാദം ആവർത്തിക്കുകയാണ് MV ഗോവിന്ദൻ. രാഷ്ട്രീയമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെയും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെയും പരിസ്ഥിതിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയമായ നീക്കാണ്. വിവാദത്തിൽ മന്ത്രി P രാജീവിന്റെ പ്രതികരണം ഇങ്ങനെ: ഏത് പൊതുമേഖലാ സ്ഥാപനത്തിലും ഇവന് എന്ത് നടന്നാലും അത് മുഖ്യമന്ത്രി ആയിരിക്കും അതിന് പങ്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ യുക്തിക്ക് നിരക്കുന്നതല്ല. റിപ്പോർട്ടിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് EP ജയരാജൻ പറഞ്ഞു. ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ലേ? IT മേഖലയിൽ പ്രഗത്ഭയാണ്, ഒരു സംരംഭം ആരംഭിക്കുന്നു, അത് നടത്തി ജീവിക്കാൻ സമ്മതിക്കില്ല എന്നാണോ? മുഖ്യമന്ത്രിയെ മാത്രമല്ല V മുരളീധരനെ കൂടി കടന്നാക്രമിച്ച പുതിയ ചർച്ചയ്ക്ക് വഴി തുറക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. മുരളീധരനും പിണറായി വിജയനും തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഉണ്ട്. മുരളീധരനാണ് അതിന്റെ ഇടനിലക്കാരൻ. അതിന്റെ ഭാഗമായിട്ടാണ് CBIയും ED അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിക്ക് സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ലെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. CMRL പണം നൽകിയ ആളുകളുടെ പട്ടികയിലുള്ള PV എന്ന ചുരുക്കപ്പേര് പിണറായി വിജയന്റേതല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രതിരോധിക്കാൻ പാർട്ടിക്കായിരുന്നു. എന്നാൽ ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടിലെ പരാമർശം അതല്ല. T വീണയുടെ പിതാവും കേരള മുഖ്യമന്ത്രിയുമായ ആൾ, ഇങ്ങനെയാണ് പിണറായി വിജയനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത കരുതലോടെ നീങ്ങുകയാണ് CPM. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.